ആഗോള വിപണിയിലെ മൊബൈൽ ഫോണിൻ്റെ കുതിപ്പിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ വഴി തരുന്നത്. മുൻപന്തിയിൽ നിൽക്കുന്ന മൊബൈൽ കമ്പനികൾ Q2 2025 ജൂലൈ അവസാനം വരെയുള്ള കണക്കനുസരിച്ചാണ് ഞാൻ ഈ വിശകലനം ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, വിപണിയിൽ ഷെയർ, അതായത് ഈ ക്വാർട്ടർ ഷെയർ, രണ്ടാമത്തെ ക്വാർട്ടർ, അതായത് ജൂലൈ വരെയുള്ള കണക്ക് അനുസരിച്ചിട്ടുള്ള പല റിപ്പോർട്ടുകളും അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. മേഖല, പ്രകടനം എന്നിവയെ ആശ്രയിച്ച് മാറും ഈ റിപ്പോർട്ടുകൾ. ഈ മേഖലയെ അടിസ്ഥാനമാക്കിയിട്ടാണ്, ആഗോള അടിസ്ഥാനത്തിലാക്കിയാണ് ഈ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത്. ഇതിൻ്റെ റാങ്ക് അടിസ്ഥാനത്തിൽ ഏകദേശം ആഗോള വിപണി പങ്ക് 5ാം സ്ഥാനത്ത് നിന്നാണ് ഞാൻ ഇത് തുടങ്ങാൻ പോകുന്നത്. 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് വിവോ ആണ്. വിവോ മൊബൈൽ ഫോണാണ്. ഇതിന് 8% ലോക മാർക്കറ്റ് ഉണ്ട്. പിന്നീട് ഒപ്പോ ആണ്. ഒപ്പോന് ഏകദേശം 9% കിട്ടിയിട്ടുണ്ട്. അത് 4ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നു. ഷിയോമി ഏകദേശം 12% അതിൻ്റെ മാർക്കറ്റ് ഷെയർ. ആപ്പിൾ ഏകദേശം 15.7% കുറഞ്ഞു. 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് സാംസങ് ആണ്. ഏകദേശം 19.7% അതിൻ്റെ വേൾഡ് മാർക്കറ്റ് ഷെയർ. 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഷിയോമി ഫോണിനെ കുറിച്ച് ഒരു വിശകലനം നിങ്ങൾക്ക് ഞാൻ തരാം. ഷിയോമി 3ാം സ്ഥാനത്ത് നിലനിൽക്കാനുള്ള പ്രധാന കാരണങ്ങൾ അതിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടുള്ള ഏത് ഫോണും ഷിയോമി റേഞ്ചിൽ അവൈലബിൾ ആണ് വേൾഡ് വൈഡ്. അത് 3 ബ്രാൻഡുകളാണ് ഷിയോമി എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് റെഡ്മി, ഒന്ന് ഷിയോമി തന്നെ, ഒന്ന് പോക്കോ. അങ്ങനെ 3 ഫോണും ചേർത്തിട്ടുള്ള ഒരു സീരീസാണ് ഷിയോമി. ഇന്ത്യ, യൂറോപ്പ്, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെ അഗ്രസീവ് വിപുലീകരണം, ഹാർഡ്വെയറിൻ്റെ നവീകരണങ്ങൾ, ഇതെല്ലാം വിലയിരുത്തിയിട്ടാണ് ഇതിൻ്റെ ഗുണമേന്മയും ഇതിൻ്റെ പൊസിഷനും വേൾഡിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിട്ടാണ്, ആ ഒരു ബേസിലാണ് ഇതിനെ 3ാം സ്ഥാനത്തേക്ക് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. മികച്ച സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ, വരുമാനം ആൻഡ് വളർച്ച, പ്രധാന വിവരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഷിയോമി ലാസ്റ്റ് ക്വാർട്ടറിലുള്ള 2025 മൊത്തം വരുമാനം അത് അവർ ഏകദേശം $15.4 ബില്യൺ വരവാണ് അത് കാണിച്ചിരിക്കുന്നത്. 15.4 ബില്യൺ. അതായത് അത് ഇയർ ഓൺ ഇയർ 47.4% വളർച്ചയാണ് അത് നേടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് 3ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതിൻ്റെ പ്രോഫിറ്റ് അനുസരിച്ചിട്ടുള്ള ഒരു നീക്കങ്ങൾ കൂടിയാണിത്. പിന്നീട് ട്രാൻസിഷൻ ഹോൾഡിംഗ് എന്ന് പറഞ്ഞ ഒരു കമ്പനി, അത് ടെക്നോ, ഇൻഫിനിക്സ്, ഐടെൽ ഇതെല്ലാം ചേർന്നിട്ടാണ് ട്രാൻസിഷൻ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ 9.62 ബില്യൺ ആണ് അതിൻ്റെ ടോട്ടൽ സെയിൽ വേൾഡ് ഓവർ. പ്രധാനമായ വളർച്ച അമേരിക്കയുടെയും ലാറ്റിൻ അമേരിക്കയുടെയും ചേർത്താണ് ഇത് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇയർ ഓൺ ഇയർ 10% വളർച്ചയാണ് ഈ കമ്പനിക്കുള്ളത്. 2024-25 മൊത്തം സ്മാർട്ട് ഫോൺ വിൽപ്പന വളർച്ച ഏകദേശം 5-8% വരെയാണ് നടന്നിരിക്കുന്നത്. അതായത് 2024-25 5 മുതൽ 8% ഇതിന് വളർച്ച സംഭവിച്ചിരിക്കുന്നത് മൊത്തം എല്ലാ. അതിന് വിവോ ആൻഡ് ഒപ്പോ 2024 വിവോവിൻ്റെ ഇയർ ഓൺ ഇയർ വളർച്ച ഏകദേശം 20% ആണ്. ഷിയോമിയുടെ വളർച്ച ഏകദേശം 11%. ഒപ്പോൻ്റെയും വിവോൻ്റെയും ആഗോള വിപണിയിൽ വിൽപ്പന 8 മുതൽ
ശതമാനം വരെ ഷെയർ വെച്ചിട്ടുണ്ട്. സാംസങ് ഏകദേശം 57.5 മുതൽ 58 ദശലക്ഷം യൂണിറ്റാണ് ടോട്ടൽ വിറ്റിരിക്കുന്നത് ഈ പറഞ്ഞ ജൂലൈ 31 വരെ. അതായത് 19.7% മാർക്കറ്റ് ഷെയറാണ് ഇത് മൊത്തം കണക്കൂട്ടിയപ്പം നമുക്ക് അറിയാൻ സാധിച്ചത്. എന്നാൽ ആപ്പിൾ ഐഫോൺ ഏകദേശം 44.8 മുതൽ 46.4 ദശലക്ഷം യൂണിറ്റാണ് വിറ്റിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് 15.7% വിപണി പങ്ക്. പ്രധാന മാർക്കറ്റ് സർവേ ടീമുകളായ IDC അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ആപ്പിളിന് +1.5 വളർച്ച കിട്ടിയിട്ടുണ്ട്. എന്നാൽ കാനലൈസ് ഓംഡിയ റിപ്പോർട്ട് അനുസരിച്ച് ആപ്പിളിന് -2% ആണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ചെറിയ മാറ്റങ്ങൾ വരുന്നത്. ഇതിൻ്റെ ഷിയോമിയുടെ ടോട്ടൽ സെയില് $15.4 ബില്യൺ ആണ്. അതിൻ്റെ ലാഭം ഏകദേശം 47.4% വരുമാനമായി കൂട്ടുന്നുണ്ട്. 64.5% അതിൻ്റെ ലാഭം. ട്രാൻസിഷൻ എന്നൊരു കമ്പനിക്ക് 9.62% ബില്യനാണ് അതിൻ്റെ ടോട്ടൽ സെയില്. അത് 10% വളർച്ച കാണിച്ചിട്ടുണ്ട് എഗ്രസീവ് മാർക്കറ്റ് കാരണം ആഫ്രിക്കയിൽ. അത് ആഫ്രിക്കയിൽ ഒരു ഡോമിനേറ്റർ തന്നെയാണ്. എന്നാൽ ആപ്പിളിൻ്റെ വിപണി പങ്ക് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 15 മുതൽ 16% വരെയാണ് അത് ആഫ്രിക്കൻ മാർക്കറ്റിൽ ഷെയർ എടുത്തിരിക്കുന്നത്. അത് -10% ആണ്. ആപ്പിളിന് 10% ഷെയർ അവിടെ കുറഞ്ഞു മാർക്കറ്റിൽ. എന്നാൽ വരുമാന വർധനയിൽ ലാഭമുണ്ടായിട്ടുണ്ട്. സാംസങ് വിപണി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അത് 19.7% അതിന് മാർക്കറ്റ് ഷെയർ. ഏകദേശം ±1% വളർച്ച റവന്യൂവിൽ നമുക്ക് കാണാം. വിവോ ഷിപ്പൻ ഷെയർ 7-8%. അതായത് ഈ 20% വളർച്ച ഉണ്ട്. അത് ഇയർ ഓൺ ഇയർ അതിൻ്റെ വളർച്ച അങ്ങനെ തന്നെയാണ്, സ്റ്റഡിയാണത്. ഒപ്പോ ഷിപ്പൻ്റെ ഷെയർ 8-9% ആണ്. മിതമാണെങ്കിലും സ്ഥിരമായിട്ടുള്ള ഒരു വളർച്ചയാണ് ഇതിന് കാണിക്കുന്നത്. ട്രാൻസിഷൻ ആഫ്രിക്കയിൽ ശക്തമായ നിലനിൽപ്പ് കൊടുക്കുന്നുണ്ട്. അതിനെ ബീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആഗോള വിപണിയിൽ അതിൻ്റെ റവന്യൂ തികച്ചും 9.6 വിപണിയിൽ അതിൻ്റെ റവന്യൂ തികച്ചും $9.6 ബില്യണോളം റവന്യൂ ഉണ്ട്. ഞാൻ ഒരിക്കൽ കൂടി ഈ സ്ഥാനം ഏതൊക്കെയാണ് പൊസിഷൻ നിങ്ങളോട് ഓർമ്മിച്ച് നിർത്തുകയാണ്. സാംസങ് ഏകദേശം 19.7%, ആപ്പിൾ ഏകദേശം 15.7%, ഷിയോമി ഏകദേശം 12%, ഓപ്പോ ഏകദേശം 9%, വിവോ ഏകദേശം 8%. സൈനിങ് ഓഫ്, ഹർഷജിത്ത്.